ഈ സിനിമയുടെ തിരക്കഥ പല നടിമാർക്കും വായിക്കാൻ കൊടുത്തിട്ട് അവർ ചോദിച്ചു ഇത് വിനയ് ഫോർട്ട് ഈ ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞു. ഒരുപാട് ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്തു? ആദ്യം ചോദിക്കേണ്ടത് ആരാണത് ചെയ്തത് എന്നുള്ളത് ചോദിക്കേണ്ടതാണ്. ആരാണ് ചെയ്തതെന്ന് എന്റെ എഴുത്തുകാരനോട് അറിഞ്ഞു. ഈ സിനിമ കണ്ടതിന് ശേഷം എന്റെ ഭാര്യ നിങ്ങളായിരിക്കും ചെയ്തതെന്നൊക്കെ എന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് സൗമ്യ ചെയ്യുന്നത്? നമ്മളെല്ലാവരും പ്രതികളായിരുന്നു. ജോഷുസാറിന്റെ സെറ്റിലേക്ക് നടന്നു കയറി കളഞ്ഞല്ലേ? അതെ, ആ നടന്നു കയറിയ ആളാണ് ഇന്ന് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് അവാർഡ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. അതറിയില്ലായിരുന്നു. അതെനിക്കൊന്ന് കാണണം. അതിലൂടെ കാര്യം ഉണ്ടായിരുന്നു. അയ്യോ ഈ കൊച്ചു കൊള്ളാലോ എന്ന് ആലോചിച്ചു തുടങ്ങിയതാ. ദിവ്യയുടെ സൗന്ദര്യത്തിൽ അതെ മയങ്ങിയിരിക്കും. തീർച്ചയായിട്ടും. KCP-യുടെ ബോർഡിന്റെ കഥ 5-6 തവണ ഞാൻ കേട്ടു. ഞാനും കണ്ടാണേ ബോർഡ്. ചിലർക്ക് ചില ബോർഡേ ഇഷ്ടപ്പെടുള്ളൂ. അതെ. 5 വർഷത്തെ ഹാർഡ് വർക്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം സ്കൂളിൽ ഇന്ത്യന്ന് 12 പേരെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ഞാൻ ഒരാളായി. ഞാൻ 5 വർഷം നാടകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്നെ പുറങ്കാലിൽ അടിച്ച് ഓടിച്ചാൽ അവര്. മെഡിക്കൽ ഷോപ്പിൽ കോളേജ് കഴിഞ്ഞിട്ട് വൈകിട്ട് 6:30 മുതൽ 9 വരെ പണിയെടുക്കും. എനിക്ക് ഒരു മാസം കിട്ടിയിരുന്നത് 150 രൂപയാണ്. കിസ്മത്ത് വളരെ കുഞ്ഞു പൈസ ഒക്കെ ഉണ്ടാക്കിയാണ്. നിങ്ങളൊന്നും വിശ്വസിക്കില്ല പൈസ കേട്ടാല്. പല തിരക്കഥകളും വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഗാധമായിട്ടുള്ള പ്രണയം, ആവേശം, ഒരു ഭ്രാന്ത് വരും. എനിക്ക് ക്യാരക്ടർ എങ്ങനെയെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ നമ്മളെ ഹുക്ക് ചെയ്യും. അത് ഭയങ്കര കുറവ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു ഫാമിലിയിൽ. നമുക്ക് 15 വർഷമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ശക്തരായിട്ടുള്ള നടീനടന്മാർ ജീവിക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ 10-65 സിനിമ ചെയ്തു. ഇപ്പോഴും നമ്മളൊക്കെ ഭയങ്കര ശൈശവാവസ്ഥയിലാണ്. നമ്മളൊന്ന് നിന്ന് തുടങ്ങിയിട്ടുള്ളൂ. ചേട്ടാ എന്ത് പിണ്ണാക്കാട്ടെ കാണിക്കുന്നത് ചോദിക്കേണ്ടി വരും. ഫാമിലിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്കിപ്പം വിനയ് ഫോർട്ട്, ദിവ്യപ്രഭ. ഹായ്. ഹലോ. ശരിക്കും ആട്ടം കണ്ടിട്ട് എനിക്ക് മനസ്സിൽ ഞാൻ ആ തിയേറ്ററിനകത്തിരിക്കുമ്പം പ്രൗഡായി. ഇടയ്ക്ക് ഞാൻ ഗരുഡൻ കാണുന്ന സമയത്ത് അതിൽ ബിജു മേനോൻ ആ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ അത് മലയാള സിനിമയെ എത്രത്തോളം ലിഫ്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അയാൾക്ക് ഷെയ്ക്കൻഡ് കൊടുത്തു. ആട്ടം കാണുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനയ് ഫോർട്ടിനെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ ഒരാളെ കൂടെ ഫാനായി വിനയ് ഫോർട്ടിന് കിട്ടി. എനിക്ക് ആ സിനിമയെക്കുറിച്ച് പറയാനുള്ള ആദ്യത്തെയും അവസാനത്തെ അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ ഒരു പൊളിറ്റിക്കൽ ഇടപെടലോ ഒരു കലാകാരൻ എങ്ങനെയാണ് എൻ്റെയൊക്കെ മനസ്സിലെ കലാപ്രവർത്തനം നടത്തുന്നതെന്ന് വെച്ചാൽ വിനയ് ഫോർട്ട് അതിനകത്ത് നടത്തിയതാണ്. ഭയങ്കര സന്തോഷം തോന്നി. എല്ലാ തരത്തിലും അതിയായ സന്തോഷം നൽകിയ ഒരു സിനിമയാണ് ആട്ടം. പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ത്യൻ പനോരമയില് മറ്റേ ഓപ്പണിംഗ് സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണല്ലോ ആട്ടം. അവിടെ പോയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു 10-20 വർഷം മുമ്പ് ഈ ലോകധർമ്മി എന്ന തിയേറ്റർ ഗ്രൂപ്പ് ഈ ചങ്ങമ്പുഴയിലും തൃപ്പൂണിത്തുറയിലും ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ലോകധർമ്മി വരെ എത്താൻ വേണ്ടിയിട്ട് ബസ് കാശ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ കോളേജ് കഴിഞ്ഞിട്ട് വൈകിട്ട് 6:30 മുതൽ 9 വരെ പണിയെടുക്കും. അപ്പം എനിക്ക് ഒരു മാസം കിട്ടിയിരുന്നത് 150 രൂപയാണ്. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഈ നാടക പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പറയുന്ന പ്രധാന വേഷത്തിൽ അഭിനയിച്ച 10-11 പേരും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അതായത് ഒരു തിയേറ്റർ ഗ്രൂപ്പിലേക്ക് എത്താനുള്ള ബേസിക് പൈസ ഇല്ലാത്ത ഒരു സൺഡേ തിയേറ്റർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട നടന്മാർ ചേർന്ന് ചെയ്ത അല്ല ഡയറക്ടറും ഞങ്ങളെ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ കൂടി ചെയ്തൊരു സിനിമ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10-20 സിനിമകൾ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ ഓപ്പണിംഗ് സിനിമയായിട്ട് വന്നു എന്ന് പറയുന്നിടത്തുനിന്ന് അവിടെ നിന്ന് നമുക്ക് ഈ ആട്ടവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളും സ്വപ്നവും എല്ലാം സന്തോഷം നൽകുന്നതാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പോഴും തിയേറ്ററിലുണ്ട് പടം. 10-40 ദിവസം അടുക്കുമ്പോഴും 3-4 തിയേറ്ററുകളിൽ ഇപ്പോഴും ആട്ടം കളിക്കുന്നുണ്ട്. അതുപോലെ തിയേറ്ററിലെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഞാൻ അടുത്തിരിക്കുന്നവരെയൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. അവരെല്ലാം എൻഗേജ്ഡ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പടത്തിന് എൻഗേജ്ഡ് ആകുമ്പോൾ നമ്മൾക്ക് തിയേറ്ററിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് റെസ്പോൺസ് വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് എന്നെക്കാളും അവർ എൻഗേജ്ഡ് ആണ്. ഞാൻ മറ്റൊരു കാര്യങ്ങളും കൂടെ എൻഗേജ്ഡ് ആണ്, പക്ഷെ അവർ ഉള്ളിലാണെന്ന്. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിരിക്കും. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ പൊട്ടിച്ചിരിയുള്ള സിനിമകൾ ഇപ്പോൾ പ്രേമലു ഓടുന്നുണ്ട്, അതിനകത്ത് എല്ലാവരും ചിരിക്കുന്നുണ്ട്, നമ്മളും ഒപ്പം ചിരിക്കുന്നുണ്ട്. പക്ഷെ അത്തരം ഒരു ആംബിയൻസ് അല്ലാത്ത ഒരു പടത്തിനകത്ത് ഇത്തരമൊരു എൻഗേജ്മെന്റ് കൊണ്ടുവരാന്ന് പറയുമ്പോൾ എനിക്ക് ആ സംവിധായകനോട് ഭയങ്കര ഒരു സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നു. സംവിധായകന്റെ അപ്പുറത്തേക്ക് എഴുത്തുകാരൻ അവൻ തന്നെയാണ് എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എഴുത്ത് എനിക്ക് പ്രത്യേകിച്ച് ആട്ടത്തിന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് 4 മികച്ച തിരക്കഥകൾ അഭിനയിക്കാൻ പറ്റി. ആട്ടത്തിൽ തുടങ്ങി ഇപ്പൊ ഫാമിലി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച തിരക്കഥകളിലൊന്നാണ്. ഡോണിന്റെ വൈഫ് ഷെറിനും കൂടി എഴുതിയാണ്. പിന്നെ ഈ പെരുമാനി എന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ ഡയറക്ടർ മജു ഡയറക്ട് ചെയ്ത പടം പെരുമാനി, അതും ഭയങ്കര വെൽ റിട്ടേൺ സ്ക്രിപ്റ്റാണ്. ഇപ്പൊ സംശയം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ആർക്കറിയാന്ന് പറഞ്ഞ സിനിമയുടെ കോ റൈറ്ററാണ് രാജേഷ്. അപ്പൊ രാജേഷ് എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് സംശയം.
അപ്പോൾ നമ്മൾ അതേപോലെ അപ്പോൾ നമ്മൾ ആട്ടത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു മേന്മയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഇത്ര ആളുകൾ നിന്ന് സംസാരിക്കുന്ന ഒരു പരിപാടി എങ്ങനെ ഇത്ര നേരം എൻഗേജിങ് ആയിട്ടും അല്ലേ, അത് ഭയങ്കര സംഭവം തന്നെ. അത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിലേക്ക് വരേണ്ടതുണ്ട്. ഡിക്ലറേഷൻ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി പോകുമ്പോൾ അത്തരമൊരു പടത്തിൽ ആദ്യമായിട്ട് നായികയായിട്ട് അതിനകത്തേക്ക് വരുന്നു, കുഞ്ചാക്കോബന്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നു. എനിക്ക് തോന്നുന്നു 10 വർഷമായി തുടങ്ങിയിട്ടെന്ന് തോന്നുന്നു പരിപാടി. അപ്പോൾ അതിനകത്തേക്ക് എത്തുമ്പോൾ ആ അഭിനയത്തെ ഒരുപാട് പേര് പുകഴ്ത്തുന്നുണ്ട്. ഇപ്പോഴും ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള പല ഒബ്സർവേഷൻസും, പ്രത്യേകിച്ചും മഹേഷ് നാരായണന്റെ സിനിമ ആയതുകൊണ്ട് എല്ലാവരും നോക്കും ഇതിങ്ങനെയായിരുന്നോ വേണ്ടത്, അത് മഹേഷ് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചെന്ന് നോക്കും. നിങ്ങൾ ആ ഫാക്ടറിക്കുള്ളിലെ ആ ബിഹേവിയർ ഇല്ലേ, ആ ബിഹേവിയർ കുറേ സമയം എടുത്തിട്ടുണ്ടാവും പഠിക്കാൻ. പക്ഷേ ആ ബിഹേവിയർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ശരിക്കും നിങ്ങൾ ആ ഫാക്ടറിക്കുള്ളിൽ ഒരു ഭാഗമാണ്, അത് അതിനകത്ത് ഉള്ളിലുണ്ട്, നമ്മളെടുത്ത് ആ പീസ് മാറ്റി വെക്കേണ്ടതില്ല എന്ന് തോന്നി. ആ ബിഹേവിയർ അതെങ്ങനെ കുറേ പ്രാവശ്യം റിഹേഴ്സൽ ചെയ്തതാണോ, എങ്ങനെയാണ് ആ ബിഹേവിയർ പഠിച്ചത്? അത് രശ്മി എന്ന് പറയുന്ന ഒരു പേഴ്സണേയും കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് ആ ബിഹേവിയർ വരുന്നത്. അപ്പം കൃത്യമായിട്ട് മഹേഷ് എന്തായാലും ആക്ടേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിസൈസ്ഡ് ആയിട്ട് പറഞ്ഞിരുന്ന ആളാണ്, ഒരു കഥാപാത്രത്തിന്റെ ഗ്രാഫ്. അപ്പോൾ ഇവർ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, ഇവർ ഒരു മാരേജ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്ന പോലെയാണ് അവിടെ കല്യാണം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഇവർ ഇത്തരത്തിലുള്ള ഒരു വർക്കിംഗ് ക്ലാസ് ആൾക്കാരുടെ ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഫാക്ടറിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഇവിടെ സെസ്സിൽ കാക്കനാട്. അപ്പം ഇത്തരത്തിലുള്ള ഒബ്സർവേഷൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ നാളുകളായിട്ട് ഇങ്ങനത്തെ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നു. ഫിനാൻഷ്യലി ഒരു മന്ത്ലി എത്രയായിരിക്കും ഇവരുടെ ഇൻകം, ഇപ്പം ഹസ്ബൻഡുമായിട്ടുള്ള ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇവർ കടന്നു പോകുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ കുറച്ചുകൂടി മനസ്സിലാക്കുമ്പം അങ്ങനെയുള്ളൊരു സ്ത്രീ എങ്ങനെയായിരിക്കും നടക്കുക. ഇപ്പം ബേസിക്സ് തൊട്ട് തുടങ്ങുവാണെങ്കിൽ അവരുടെ നടത്തം, അവരുടെ ഒരു ഋതം, എല്ലാ കഥാപാത്രത്തിനും ഒരു ഋതം ഉണ്ടല്ലോ. അപ്പം അതെല്ലാം മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു എന്ന് വേണം പറയാൻ. ഇപ്പം ടേക്ക് ഓഫിലും മാലിക്കിലും ഒക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മഹേഷാണ് കുറച്ചുകൂടെ ദിവ്യ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് കുറച്ച് കൂടുതൽ സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ അതിനൊരു ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇടം നൽകുന്നത്. അത് കുറച്ചുകൂടെ സഹായിച്ചിട്ടില്ലേ, ഒരു ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റിയിട്ടില്ല? അതെ, കാരണം ഇപ്പോൾ ഒരു ഡയറക്ടറായിട്ട് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ കുറയും. പിന്നെ അടുത്ത ഓരോ വർക്ക് കഴിയുന്തോറും നമുക്ക് മനസ്സിലാവും, ആദ്യം പറയുമ്പോൾ തന്നെ ഓക്കെ ഇയാൾ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് അത് മീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി അവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം എഫേർട്ട് എടുക്കേണ്ടി വരാറില്ല. അതിപ്പോൾ കോ ആക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ വിനയുടെ കൂടെ ഇത് ഞാൻ 4ാമത്തെ മൂവിയാണ്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരുപാട് നമുക്ക് സംസാരിക്കേണ്ടി വരില്ല. നമുക്ക് ഒരു കാര്യം ഒരു പ്രാവശ്യം പറയുമ്പോൾ ഇയാൾ എന്താ ഉദ്ദേശിച്ചത്, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഫാമിലിയിലേക്ക് വന്നാൽ കുടുംബം എന്ന് പറയുന്ന കൺസ്ട്രക്ഷനെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷേ അതിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തനിയാവർത്തനം പോലൊരു സിനിമ നടക്കുന്ന സമയത്ത് ആ ഈ റൂമിനുള്ളിലെ ഇരുട്ടിനെ ഞാൻ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടതാണ്. ആ ഇരുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്കകത്ത് എന്തൊക്കെ പ്രോബ്ലംസ് വരാം, അത് തുടർച്ചയായിട്ട് വരാനുള്ള സാധ്യതകൾ, അത് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി പോകുന്ന ഒരവസ്ഥയുണ്ട്. അതേപോലെ നമ്മളും ഈ കുടുംബത്തിനകത്ത് കുടുംബം എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ അനാവശ്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ, സ്വാഭാവികമാണ്. പക്ഷേ അതിൽ കൂടുതൽ അതിനെ ഒരു കൺസ്ട്രക്റ്റീവായിട്ട് തന്നെ അത് അങ്ങനെ നിൽക്കുമ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഈ സിനിമയിൽ ഞാൻ വിചാരിക്കുന്നു അതും ഒരു പ്രോബ്ലമായിട്ട് വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഫാമിലി എന്ന് പറയുന്ന പേര് തന്നെ ഇത്തരം ഒരു പീഡോഫീലിക് സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് ഫാമിലി എന്ന് പറയുന്ന പേര് തന്നെ വന്നത് എന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ ഞാൻ ആ ടേം യൂസ് ചെയ്യുന്നില്ല, ഭയങ്കര കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ക്രൈമാണത് ഈ പറഞ്ഞ പോലെ. അപ്പോൾ ആ ക്രൈമിനെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫാമിലി എങ്ങനെ, അങ്ങനെ ഒരു ക്രൈം ചെയ്യുന്ന ഒരാൾ, ഒരു ക്രിമിനലിനെ എങ്ങനെ ഫാമിലി പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ സിനിമയിലൂടെ. അപ്പോൾ ഇത് ഭയങ്കര ഡെയറിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, ഭയങ്കര ഡെയറിങ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഭയങ്കര ഇന്റൻസ് ആയിട്ടാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ ഫാമിലിനെ നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. ഈ ചില സമയമൊക്കെ നമ്മൾ ചില കാര്യങ്ങളെയൊക്കെ ചില ക്രൈംസിനെയൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ മറ്റ് ചില ഡിസ്കഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലെസ്ബിയൻസിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഗേ സെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയാമെന്ന് ശ്രമിക്കുക. അപ്പോഴത്തേക്ക് കുറേ മതവാദക്കാർ വന്നിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പീഡോഫീലിയ അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ഈ കോണ്ടസ്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാറുണ്ട്. ഇത് രണ്ട് രീതിയിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പോവേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ പീഡോഫീലിയ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടതെന്ന് വളരെ ആഴത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തുണ്ടോ, അതേ അത് സെറ്റിൽ ആയിട്ടാണോ പോകുന്നത്? ഭയങ്കര ആഴത്തിൽ തന്നെ തുറന്നു കാണിക്കുന്നുണ്ട്. ഇതൊരു ഡിസ്കഷൻ്റെ അപ്പുറത്തേക്ക് ഇതാണ് ഒരു ഹാർഷ് റിയാലിറ്റി, നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന ഇതാണ്. നിങ്ങളും ഈ പറയുന്ന പോലെ
ഇപ്പോൾ ആട്ടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളിൽ ഒരാളായി മാറുന്ന പോലെ തന്നെ നിങ്ങളും ഈ ഫാമിലിയിൽപ്പെട്ട ആളാണ്. നിങ്ങളും ഈ ക്രൈം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ നിങ്ങൾ സോണിയാണോ എന്നൊക്കെ പറയുന്ന ഒരുപാട് തരം ചോദ്യങ്ങൾ ഈ സിനിമയിൽ കൂടെ ചോദിക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒട്ടും സട്ടിലായിട്ടല്ല, ഒളിച്ചു വെക്കുന്നില്ല ഒന്നും. ഇതാണ് അല്ലെങ്കിൽ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഒരു പ്രവൃത്തി ഇതാണെന്ന് പറയുന്ന പോലെ തന്നെ തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പൊ അതാണ് സിനിമ. അങ്ങനെ ഭയങ്കര ഡെയറിംഗ് ആയിട്ടുള്ള സിനിമയാണ്. ഓക്കെ, ആ സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ ചോദിക്കാനുള്ള പരിമിതിയുണ്ട്. എങ്കിലും ആട്ടത്തിൽ 1-2 കാര്യങ്ങൾ കൂടെ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം ചോദിക്കേണ്ടത് ആരാണത് ചെയ്തത് എന്നുള്ളത് ചോദിക്കേണ്ടതുണ്ട്. പക്ഷെ അതങ്ങനെ തന്നെ നിന്നോട്ടെ. ആരാണ് ചെയ്തതെന്ന് എന്റെ എഴുത്തുകാരനോട് അറിഞ്ഞുകൂടാ. അപ്പോ പരിപാടി അവിടെ അവസാനിച്ചു. ഞാൻ ഒരുപാട് എൻ്റെ ഒരു കൂട്ടുകാരന്റെ ഭാര്യ പടം കണ്ടിട്ട് അവനോട് പറഞ്ഞു, അതായത് വിനയനോട് ചോദിക്കുന്നു. വിനയ് പറഞ്ഞു തരും. കാര്യം വിനയ്ക്ക് അറിയാൻ പറ്റുമല്ലോ ആരാ പിടിച്ചെന്നല്ല. അല്ലെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ ഭാര്യ ഡെയിലി എന്നോട് നിങ്ങളായിരിക്കും ചെയ്തതെന്നൊക്കെ എന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് സൗമ്യ ചെയ്യുന്നത്? അല്ല അങ്ങനെ. എന്നിട്ട് പിറ്റേ ദിവസം കൊണ്ട് എന്നോട് പറയും, അല്ല അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിൽക്കില്ല, സിജിനായിരിക്കും. കാര്യം സിജിൻ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു ടോപ്പിക് വരുമ്പോൾ തന്നെ സിജിൻ അതിനോടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു ദിവസം വേറെ ആരോ പറയാം. അങ്ങനെ നമ്മളെല്ലാവരും പ്രതികളായിരുന്നു ഇതിൽ. പക്ഷെ ഒരു കാര്യം സംഗീത പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, പെർഫ്യൂം അടിക്കാത്ത ഒരാൾ എന്ന് വെച്ചാൽ പെർഫ്യൂം അടിച്ചിട്ട് കുളത്തിൽ ചാടിയല്ലോ, അപ്പൊ കുളത്തിൽ ചാടാത്ത ഒരാളായിരിക്കും അത് ചെയ്തതെന്നാണ്. ആരാ കുളത്തിൽ ചാടാത്ത? ഞാൻ അതിനെ കുറിച്ചിട്ട് ഞാനൊരു പഠനം നടത്തുന്നു. അതിനകത്തൊരു രസം എന്ന് വെച്ചാൽ ആ പെൺകുട്ടി ചിരിക്കുന്ന സമയത്ത് വിനയുടെ ക്യാരക്ടറിന് മനസ്സിലാവുന്നില്ല, ആ ചിരിയുടെ അർത്ഥം മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ വിനയ് ആ സിനിമ എന്തുകൊണ്ട് തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ആ ഒറ്റ ചിരി ഉണ്ടെങ്കിലും ആ സിനിമ സെലക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ അത്രയും രസമാണ് ആ ഒറ്റ സീനിലെന്ന് പറയാം. നിങ്ങളുടെ ആ നിപ്പും അവളുടെ ആ ചിരിയും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീൻ കോണ്ടന്റ് മാത്രമേ നമുക്കറിയുള്ളൂ. ആ സീൻ എങ്ങനെയാണ് മറ്റേ ഈ പറയുന്ന ഷൂട്ട് ചെയ്യുമ്പോൾ ആ സീൻ ഞങ്ങൾ എങ്ങനെയാണ് പ്ലേ ചെയ്യാൻ പോകണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാനത് കാര്യം പറഞ്ഞതിന് ശേഷം ഇത് നമുക്ക് മറ്റേ ദിവസങ്ങളുടെ പരിമിതി ഉണ്ടല്ലോ. അതായത് ആ ദിവസം ഞങ്ങൾക്ക് ഷൂട്ട് അവസാനിപ്പിക്കണം. രാവിലെ എനിക്ക് 3:30-4 മണി കാക്കയൊക്കെ കരഞ്ഞു തുടങ്ങി. അപ്പോൾ മറ്റേ ക്ലൈമാക്സ് എടുത്ത് തീർത്തേക്കണം. അവിടെ വന്നിട്ട് ഞാൻ ആനന്ദും കൂടെ വേറെ കാര്യത്തിലൊക്കെ ഡിസ്കസ് ചെയ്യാണ് എങ്ങനെയായിരിക്കും ചെയ്യാന്നൊക്കെ ഉള്ളത്. പിന്നെ ആനന്ദിന്റെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ക്യാമറ വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഇവരുടെ എഴുത്തിനെ ആക്ടേഴ്സിനൊക്കെ കണ്ട് ട്രസ്റ്റ് ചെയ്ത് കളയും. ഒരു സീനൊക്കെ ഇവർ ഒറ്റ ഷോട്ടിലൊക്കെ ക്യാപ്ചർ ചെയ്യും. അത് ഒറ്റ ഷോട്ടിലാണത്. ഞങ്ങൾക്കൊരു ഓപ്ഷൻ കൂടിയില്ല. അപ്പൊ അങ്ങനെ എനിക്കറിഞ്ഞുകൂടാ സെറിൻ ഇതിനോട് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഞാനിത് പറയുകയും ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഭയങ്കര സട്ടിലായിട്ടും ഭയങ്കര ജെന്യുവനായിട്ടാണ് പറയുന്നത്. സെറിൻ അങ്ങനെ ഒച്ചത്തിൽ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എവിടെ ഒരു സെക്കൻഡ് മാറി എന്ന് ആലോചിച്ചു. ഞാൻ ക്യാരക്ടറായിട്ട് തന്നെ നിന്നു. എന്റെ മനസ്സിൽ നിന്ന് ഈ പറയുന്ന എന്റെ വ്യക്തി മാറി എന്ന് ആലോചിച്ചു. ഇപ്പോൾ എന്റെ ക്യാരക്ടറിൽ നിന്ന് ഔട്ടായ. അപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് എന്ന് പറയുമ്പോൾ അത് തിരികെ വന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്ത് നോക്കി അവള് ക്യാരക്ടറിൽ തന്നെയാണ്. പിന്നെ ഞാനും പതുക്കെ സ്വിച്ച് ചെയ്ത് ക്യാരക്ടറിൽ വന്നു. അങ്ങനെ സംഭവിച്ചാണ്. എല്ലാ ആളുകളും ആ സീനിനെ കുറിച്ചിട്ട് എടുത്ത് പറയും. നമ്മൾ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഫാമിലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണെന്ന് അല്ലെങ്കിൽ എന്താണെന്ന് ഒരു ഓഡിയോ എന്നുള്ള തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള സിനിമ, വളരെ സത്യസന്ധമായിട്ടുള്ള സിനിമ. ഇത് ഡോണിനെ സംബന്ധിച്ച് ഡോണിന്റെ വീടിനും അല്ലെങ്കിൽ പ്രദേശത്തും ഷൂട്ട് ചെയ്യപ്പെട്ട പടം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭൂപ്രകൃതിയും അതിന്റെ കാലാവസ്ഥയും ആ പ്രദേശത്തിന്റെ സംസ്കാരവും അവരുടെ പാട്ടുകളും അവരുടെ ഫുഡ് കൾച്ചറും ഒക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സിനിമ വരുന്നുണ്ട്. പലപ്പോഴും ഒരു സിനിമയുടെ അപ്പുറത്തേക്ക് ആ പ്രദേശത്തെ ആളുകളുടെ ജീവിതം നമുക്ക് ഇങ്ങനെ കണ്ടുപോകാൻ പറ്റും അല്ലേ? ക്ലൈമറ്റ് ഒക്കെ അറിയണ പോലെ നമുക്ക് ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് ഡോൺ ആസ് എ റൈറ്റർ ഞാൻ ആലോചിക്കുന്ന ഇതിലൊരു ഒരൊറ്റ സീൻ കൂടി നമ്മൾ ഇതിനു മുമ്പ് കണ്ട സീൻ പോലെയുള്ള സീനുകളില്ല. ഡോണിന്റെ ഒറിജിനൽ ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള സീൻസ് ആണ്. ഈ ഫാമിലിയെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫാമിലിയിൽ നിന്നൊക്കെ കുറേ മാറി പല കാര്യങ്ങളും നമ്മൾ ഫാമിലി അല്ല ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു കൺസ്ട്രക്ഷൻ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയിൽ വരുമ്പോൾ എങ്ങനെയാണ് ദിവ്യ ഈ ഫാമിലിയെ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ പടത്തിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? ഒന്നെങ്കിൽ ഇതുവരെ സിനിമയിൽ കണ്ട് ശീലമില്ലാത്ത അസാധാരണമായ കുടുംബം എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ശരിക്കും ആളുകൾക്ക് കണക്ട് ചെയ്യാവുന്ന സാധാരണ കുടുംബം. 2 രീതിയിലും പറയാം. കാരണം സിനിമയിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുക എന്ന് പറയുന്നത് വേറൊരു തരം ഗട്ട്സ് വേണം. ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സിനിമ സംസാരിക്കുന്നത്. അതുപോലെ
സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും ഒരു ഇമോഷണൽ ഗ്രോത്ത് ഉണ്ടാവും നമുക്ക്. വിനയ് ചെയ്ത കഥാപാത്രമാണെങ്കിലും കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മൾ അതിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് വയലൻസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാമല്ലോ, ഒരു സബ്ജക്റ്റ് എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ ഭയങ്കര സെറ്റിലായിട്ട് ശരിക്കും കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്നറിയാം ഈ സിനിമ പുറത്ത് വരുമ്പോൾ. അതുപോലെ കുറച്ച് ഡാർക്ക് കോമഡി ഉണ്ട് ഇതില്. നീ പറയുന്ന പോലെ ഭയങ്കര ഓരോ സിനിമയുടെ ആസ്വാദന രീതി ഉണ്ടല്ലോ. ഇതൊരു ഒരു ഒരു തട്ടുപൊളിപ്പൻ സിനിമ കാണുന്ന ഒരു തരത്തിൽ കാണേണ്ട ഒരു സിനിമയല്ല. നമ്മളിപ്പോൾ ഒരു ഗസൽ സംഗീതം ആസ്വദിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സിംഫണി കേൾക്കുന്ന പോലെ, ഒരു കവിത വായിക്കുന്ന പോലെ, ഒരു നോവൽ വായിക്കുന്ന പോലെയൊക്കെ കാണേണ്ട ഒരു സിനിമ കൂടിയാണ്. ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള, ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. കുറച്ചും കൂടെ ചിന്തിപ്പിക്കും ഉറപ്പായിട്ടും. രണ്ടുപേരും ഉണ്ടായിരുന്നതാണ് മഹേഷ് നാരായണന്റെ മാലിക്കില് കുറച്ച് ഓൾഡ് ഏജും കാണിക്കുന്നുണ്ട്. അപ്പം അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനമാണ്. എന്താ വെച്ചാൽ യങ്ങായിട്ടിരുന്നിട്ട് പ്രോസ്തെറ്റിക്സ് മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ഓൾഡായി കാണിക്കുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അത് പിടിക്കുന്ന സമയത്ത് മനസ്സിൽ എന്തായിരുന്നു, അതായത് ഓൾഡ് കാലഘട്ടം കാണിക്കുന്ന സമയത്ത് ഉള്ളിൽ എന്തായിരുന്നു, മാനറിസംസ് ഒക്കെ മാനേജ് ചെയ്യാനൊക്കെ ശ്രമിക്കാം, പക്ഷെ അതിനുള്ള സ്പേസ് ഇല്ലെങ്കിൽ നമുക്കത് കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ കൈയുടെ ചലനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനുള്ള ഒരു പടമായിരുന്നെങ്കിൽ ഓക്കെ, പക്ഷെ അത്ര ഏജ് ആയിട്ടില്ല. അപ്പം എന്റെ അമ്മേനെയോ അല്ലെങ്കിൽ അമ്മയുടെ സിസ്റ്റേഴ്സിനെ, ഇപ്പൊ ചുറ്റുമുള്ള ആ പ്രായത്തിലുള്ള സ്ത്രീകളൊക്കെ നമ്മൾ ആസ് എൻ ആക്ടർ എന്തായാലും ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ് മനുഷ്യന്മാരെ, അവർ ഇരിക്കുന്ന സ്റ്റൈലും. പണ്ടൊക്കെ കോളേജിൽ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു ടീച്ചേഴ്സിനൊക്കെ. അപ്പം ഇതിന്റെയൊക്കെ ഇടയ്ക്ക് വരും, നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനും പറ്റില്ല, കാരണം കഥാപാത്രം വേറെയാണ്, അങ്ങനെ അങ്ങ് എടുക്കാൻ പറ്റില്ല ഒരാളെ. അപ്പം ഉറപ്പായിട്ടും ആ ഒരു ഏജിലോട്ട് എത്തുമ്പോഴത്തേക്കും ചെറിയൊരു ഷോൾഡറോ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ കൊണ്ടുവരാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഓവർ നാടകീയതയായി പോകും. അപ്പം അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് അമ്മേനെയൊക്കെ ആലോചിച്ച്, നമ്മുടെ ഋതം ഒക്കെ കുറച്ച് വേറെ ആയിരിക്കുമല്ലോ ആ പ്രായത്തില്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളതിൽ ഒന്നാണ് ബബിത ടീച്ചർ തമാശ ഇതേപോലൊരു സത്യത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സിനിമകളിൽ ഒന്നാണ് തമാശയിൽ. തമാശയുടെ ഭാഗമാവുന്ന സമയത്ത് നമുക്കൊരു പ്രൗഡ് തോന്നും, ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ കൂടെ നിൽക്കാൻ പറ്റിയുള്ളൂ. സിനിമ അഭിനയിക്കുന്ന സമയത്ത് അതാണോ ആലോചിച്ചത്, അതേ ക്യാരക്ടറിനെ കുറിച്ച് മാത്രമാണോ ചിന്തിച്ചിരുന്നത്? ഞാൻ ഓഡീഷൻ ചെയ്തിരുന്നു ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട്. അപ്പം ആ സമയത്ത് എന്തായാലും ഓഡീഷൻ ചെയ്ത് സക്സസ് ആയിട്ടാണ് സെലക്ട് ആയി കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്തായാലും ഓക്കെ, ആ ഒരു ട്രാക്ക് പിടിച്ചാൽ മതി എന്ന് ഡയറക്ടർ പറഞ്ഞു. പിന്നീട് ഉറപ്പായിട്ടും എന്താ പറയാ, വിനയ് ഫോർട്ടിന്റെ കൂടെ കുറച്ച് അധികം അഭിനയിക്കാന്നുള്ളതും, ഷഹബാസ് അമനും ഒക്കെ പാടിയ ഒരു പാട്ടുണ്ട്. സത്യത്തിൽ ആ പാട്ടൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ചിരുന്നു. അല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു പാട്ടിലുണ്ടാവാൻ ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു. ബി ഫ്രാങ്ക് പാട്ട് പാടുന്ന ആൾ കൂടെ ആയതുകൊണ്ടാണ് അത്രയും കണക്ട് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ടീം, സമീർ താഹിർ, ആ ഒരു പ്രൊഡക്ഷൻ, അങ്ങനെ ഒരു വാല്യൂ ഉള്ളപ്പം എനിക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നല്ലൊരു ടെക്നിക്കൽ ടീം ഉണ്ടെങ്കിൽ പിന്നെ. ശരിക്കും കിസ്മത്തിലെ പോലീസുകാരനെ മറന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. അതിൽ അസാധ്യമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ശരിക്കും. എനിക്ക് രാജീവ് പ്രൊഡ്യൂസ് ചെയ്തത് മാത്രമല്ല, ബാബുക്കുട്ടി ചെയ്ത പരിപാടിയാണ് അത്. ആ പടം തുടങ്ങുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെ ഒരു സെക്കൻഡ് പോലും ഞാൻ പുറത്തിരുന്നിട്ടില്ല. അതിലെ പോലീസുകാരന് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഭക്ഷണം ഉണ്ടായിരുന്നു. ഒരു സീനിൽ നമ്മൾ തന്നെ ചെയ്തതാണ്. അത് ആ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളും ചോദിച്ചു എന്തുകൊണ്ട് ഫാമിലി ചെയ്തു എന്ന് ചോദിച്ചു. ഈ ഫാമിലി സിനിമയുടെ ഒരു പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്തു എന്നല്ല. ഈ സിനിമയുടെ തിരക്കഥ പല നടിമാർക്കും വായിക്കാൻ കൊടുത്തിട്ട് അവര് ചോദിച്ചത് വിനയ് ഫോർട്ടി ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ്, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പല തിരക്കഥകളും വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഗാധമായിട്ടുള്ള പ്രണയം, ആവേശം, ഒരു ഭ്രാന്ത് വരും. എനിക്ക് ക്യാരക്ടർ എങ്ങനെയെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ നമ്മളെ ഹുക്ക് ചെയ്യും. അത് ഭയങ്കര കുറവ് ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു ഫാമിലിയിൽ ഈ സോണി എന്ന് പറഞ്ഞ ക്യാരക്ടറും. അതുപോലെ ഒരു ക്യാരക്ടറായിരുന്നു കിസ്മത്തിലെ. കിസ്മത്ത് വളരെ കുഞ്ഞു പൈസ ഒക്കെ ഉണ്ടാക്കിയാണ്. നിങ്ങളൊന്നും വിശ്വസിക്കില്ല പൈസ കേട്ടാല്. വളരെ തുച്ഛമായ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ കപ്പലണ്ടി വാങ്ങാൻ കിട്ടുന്ന പോലത്തെ ഒരു പൈസയാണ് നമുക്ക് ആ സിനിമ. എനിക്ക് ആ സമയത്ത് അത്യാവശ്യം നല്ല പ്രേമം കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ആ ടൈമിന്. എനിക്ക് അത്യാവശ്യം ഭേദപ്പെട്ട തരത്തിൽ റെമ്യൂണറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ചെയ്ത സിനിമയാണിത്. അപ്പൊ അങ്ങനെ വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ തിരക്കഥ വായിച്ച് ഞാൻ ഹുക്ഡായി പോയി. തിരക്കഥ വായിച്ച് എനിക്ക് ക്യാരക്ടറിനെ പിന്നെ കൂടുതലും പ്രേമം കഴിയുമ്പോൾ എനിക്കറിയായിരുന്നു എനിക്ക് കൂടുതലും ഇനി പറയുന്ന ഫീൽ ഗുഡ് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എൻ്റെ രീതി. ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയാണല്ലോ.
അപ്പം അതിൽ നിന്നൊക്കെ മാറി ഒരു സാധനം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നോട് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസത്തിൽ എനിക്ക് ഒരു 5 കിലോ ഞാൻ കൂട്ടി. 2 നേരം വർക്കൗട്ട് ചെയ്ത് കൂടുതൽ ഭക്ഷണമൊക്കെ കഴിച്ച് വെയിറ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഡയറക്ടർ ഉണ്ട്, പിന്നെ ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, വിജയൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിജയൻ ആക്ടറാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര സുഖമാണല്ലോ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുക. എന്നോട് പറഞ്ഞു ഇതേപോലെ ഒരു ലെങ്തി സീനാണ്, ലെങ്തി സീൻ വേണ്ടിട്ട് ഇത് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലപ്പോഴും ക്ലോസപ്പിനുള്ള സമയമില്ല, അടുത്തടുത്തടുത്ത് എടുത്ത് പോകണം. എനിക്ക് 8 ദിവസം ഷൂട്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി വർക്കാവില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു സോളിഡ് ആക്ടിവിറ്റി കൊണ്ടുവരണം, ആക്ടിവിറ്റിയും ഇതും കൂടെ ചെയ്യണം, ആക്ടിവിറ്റി ഉണ്ടാവണം പ്രോപ്പർലി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളങ്ങനെ ഒരു എത്തിക്സ് ഒന്നും ഇല്ലാത്ത ഒരാളല്ലേ, ഇയാളുടെ ഒഫീഷ്യലായിട്ടുള്ള സ്പേസിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരിക്കും. ഞാൻ പിന്നെ പൊറോട്ട ഇറച്ചിയാക്കാന്ന് പറഞ്ഞു. അതിന് വിജയം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇയാൾ ചിക്കൻ ഫ്രൈ തിന്നും. ഞാൻ പിന്നെ ഓക്കെ ചിക്കൻ ഫ്രൈ പൊറോട്ട ഇറച്ചി എന്നൊക്കെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്താണ്. പിന്നെ ആ ക്യാരക്ടർ സ്വർണ്ണം ഇടുന്ന പരിപാടിയുണ്ട്, സ്വർണ്ണം ഇടും, ഫുൾ സ്വർണ്ണമാണ് അയാളുടെ. അപ്പോൾ അത്തരം പരിപാടികൾ മുഴുവൻ നമ്മൾ ഡയറക്ടറിനോട് പറഞ്ഞ അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒട്ടും അങ്ങനെ ഡയറക്ടറിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ക്യാരക്ടറാണ്. നമ്മൾ പറഞ്ഞ ആശയങ്ങളോട് സംവിധായകൻ യോജിച്ചു, അങ്ങനെ ഷാനവാസ് അങ്ങനെ വിയോജിപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഭയങ്കര എൻജോയ് ചെയ്തൊരു ക്യാരക്ടറാണ്. എനിക്ക് ഇതേപോലെ ഒരു പടം ചെയ്താൽ കൊള്ളാം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ത് രസമായിട്ടാ ചെയ്തേക്കണെന്ന് തോന്നില്ലേ? അതായത് ആ കവർക്ക് പൊട്ടിക്കുന്ന ഒരു സ്റ്റൈലും. കവർ എങ്ങനെ പൊട്ടിച്ചതെന്ന് അറിയൂ? ആക്ച്വലി ഞാനത് ഇങ്ങനെ പൊട്ടിക്കാൻ ശ്രമിച്ചാണ്. ക്യാമറ റോൾ ചെയ്തോണ്ടിരിക്കുന്നത് എത്ര ഇതായിട്ടും പൊട്ടുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇയാളുമാണല്ലോ, ഇയാൾക്കതാവാം. അപ്പൊ തന്നെ ഞാൻ കടിച്ചു പൊട്ടിച്ചു. ഓ, അത് വല്ലാത്ത സാധനമായിരുന്നു. പിന്നെ ഈ ചുയിങ്കം പരിപാടിയുണ്ട്, ചുയിങ്കം ചാക്കും. അപ്പൊ ഷോട്ടിന്റെ ഇടയിൽ എനിക്ക് തോന്നി, അത് പ്ലാൻഡ് ആയിരുന്നില്ല, ഷോട്ടിന്റെ ഇടയിൽ എനിക്ക് തോന്നി ഞാൻ ചുയിങ് ഇങ്ങനെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് പേപ്പർ കീറിയിട്ട് പേപ്പറിൽ വെച്ചിട്ട് ചുയിങ് ഉരുട്ടിട്ട് കളഞ്ഞു. ഇത് മുഴുവൻ സീനിൽ നടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചില സാധനങ്ങൾ കാണുമ്പോൾ സന്തോഷം തോന്നില്ല, അതിലൊരു സാധനമായിരുന്നു. ദിവ്യ, ഇടയ്ക്ക് ആ വിമാനത്തിൽ കയറിയപ്പോൾ ഒരു സംഗതി ഉണ്ടായതിനെ കുറിച്ച് ഒരു ഇഷ്യൂ ഉണ്ടായി. അടുത്തിരുന്ന ആള് പ്രശ്നം ഉണ്ടാക്കി. അതിൽ എനിക്ക് തോന്നിയത് അത് പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ ഉണ്ടായതാണ് അതിനേക്കാളും വലിയൊരു ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നി. അതിനകത്ത് ദിവ്യ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അയാൾ ചെയ്തതിനേക്കാളും പ്രശ്നമായിരുന്നു ഈ പരാതി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി. അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? എന്തായിരുന്നു ശരിക്കും? പറയൂ. ഈ പറഞ്ഞ പോലെ എനിക്ക് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഇപ്പം അത് കേസ് നടക്കുന്നുണ്ട്, അതിന്റെ സീക്രട്ട് ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് അതിൽ നിന്ന് ക്ലോഷർ കിട്ടി. പക്ഷെ അത് എന്തായാലും FIR ആയതുകൊണ്ട് ഇനിയും അടുത്തൊരു പ്രാവശ്യം കൂടെ കോർട്ടിൽ പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ല, അതിനകത്ത് എന്ന് വെച്ചാൽ അവർ അവിടെ വെച്ച് തന്നെ അത് ഒരു പക്ഷെ അവർ വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അത് ഡീൽ ചെയ്യാമായിരുന്നു. തോന്നിയ ഒരു മുറിവ് അങ്ങ് മാറുമായിരുന്നു. അതാ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് അവർ ഡീൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഞാൻ ഇറങ്ങിയിട്ടൊരു പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കില്ലായിരുന്നു. കാരണം നമ്മൾ ബുക്ക് ചെയ്ത സീറ്റാണ്, വിൻഡോ സീറ്റാണ്. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയ ആളെ മാറ്റിയില്ല പ്രശ്നം. അതെ. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. എനിക്കും അതിനകത്ത് തോന്നിയ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് പ്രശ്നം ഉണ്ടാക്കിയ ആളിനെ ആ സീറ്റിൽ തന്നെ ഇരുത്തിയിട്ട് ആരാണോ പരാതി പറഞ്ഞ അയാളെ മാറ്റി. വല്ലാത്തൊരു സംഗതിയാണ്. ചില സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതെ, മാത്രമല്ല എനിക്ക് തോന്നുന്നു ചില സിറ്റുവേഷനിൽ ഇപ്പം എനിക്ക് അപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് കൊണ്ടും ആ ഷോക്ക് കൊണ്ടും എനിക്ക് ശരി ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്തു, പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാക്കണമായിരുന്നു ആ ഫ്ലൈറ്റിൽ. അതെനിക്ക് ഇപ്പൊ ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ പ്രശ്നം ഉണ്ടാക്കണം, എന്നിട്ട് അവിടെ നിന്ന് അത് ചെയ്യണം. അതെ, ഇനിയിപ്പോ ഒരു നെക്സ്റ്റ് സിറ്റുവേഷൻ ഞാൻ അത് ചെയ്യും, ഓരോന്നല്ലേ പഠിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു ക്ലോഷർ കിട്ടില്ല, എനിക്ക് ആകെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി പോയി. അതാ ഞാൻ പിന്നെ അത് FIR ത്രൂ തന്നെ പോയത്. അത് ഈ ലോക്ബാലിൽ നടന്നു കയറിയ ഒരാളാണെന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ ദിവ്യയുടെ ഇന്റർവ്യൂലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്. ലോക്പാൽ സിനിമയിലേക്ക്, ജോഷി സാറിന്റെ സിനിമയിലേക്ക് നടന്നു കയറിയ ആളാണ്. അതായത് ഞാൻ സിനിമയിൽ വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല് അത് പറഞ്ഞ ചിലപ്പോൾ വിശ്വസിക്കാൻ പാടില്ല. അതായത് ഞാനിവിടെ MBA ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ജോഗിങ്ങിന് പോകുമായിരുന്നു സുഭാഷ് പാർക്കിന്റെ അടുത്ത്. അപ്പോൾ അവിടെ ലോക്പാലിന്റെ സെറ്റൊക്കെ ഇട്ട് അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. കുറേ ആൾക്കൂട്ടമുണ്ട്. അപ്പം ഞാൻ അവിടെ സൈഡിൽ പോയി നിന്ന്, കുറേ ആൾക്കൂട്ടം. അപ്പോൾ അവിടെ നിന്നൊരു കോർഡിനേറ്റർ ഇങ്ങനെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ, സിനിമയായിട്ട് ഷൂട്ടൊക്കെ ഒന്ന് അടുത്ത് കാണാം, കാരണം ആൾക്കാർ അങ്ങോട്ട് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അവിടെ മൊത്തം ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇരിക്കാം, അതിനെന്താ, എനിക്ക് ഓഫീസിൽ പോകണം. പക്ഷേ അപ്പോൾ പറഞ്ഞു അല്ല, ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അപ്പം ചോദിക്കാൻ പറഞ്ഞു.
അപ്പം എനിക്കാകെ മനസ്സിലായി ഓഫീസിൽ പോവണ്ട, അവിടെ ഇരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അതെ അവിടുന്ന് അവിടെ എസ് എൻ സ്വാമി സാറും ജോഷി സാറും ഒക്കെ ഉണ്ട്, ഈ നിയാസ് എന്നാണ് പേര് ഈ കോർഡിനേറ്ററിൻ്റെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ചെറിയൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്, അതായത് സായികുമാർ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് ഫയലൊക്കെ പിടിച്ച് ബാക്കിൽ നിൽക്കണം, ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പം ഞാൻ ഡയലോഗ്സ് ഒന്നും വേണ്ട, എനിക്കൊന്നും അറിയില്ല ഇതൊന്നും ചെയ്യാന്നുള്ള രീതിയിലായിപ്പോയി. ശരി, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. അതിനുശേഷമാണോ സീരിയൽ ചെയ്തത്? അതിനുശേഷം ഞാൻ ഇതിഹാസം ഒക്കെ ചെയ്തു, അതിലൊരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തു. പക്ഷെ എന്താ സംബന്ധിച്ചെങ്കിൽ ഈ പരിപാടി കിട്ടുന്നില്ല. ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു, പക്ഷെ എനിക്ക് അഭിനയം നമുക്ക് കുറച്ചുകൂടെ അറിയണമല്ലോ ഈ ഒരു ഇതിനെ കുറിച്ചിട്ട് എന്താന്നുള്ളത്. അപ്പം എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ത്രൂ ഔട്ട് റോളും വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, കെ രാജീവ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. അപ്പം പണ്ട് സീരിയൽ ഞാൻ അദ്ദേഹത്തിന്റെ മാത്രമേ വീട്ടിലും അച്ഛനൊക്കെ കാണാറുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഓക്കെ അതാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് എന്താണ് ഇതിന്റെ ക്യാമറയും എല്ലാം ഒരു എക്സ്പീരിയൻസ് വേണം ഏതെങ്കിലും തരത്തിൽ. അപ്പം ഞാനത് ചൂസ് ചെയ്തു, അത് ഒരു വർഷം അത് ചെയ്തു. സീരിയലും ശ്രദ്ധിക്കപ്പെട്ടു, അതിന് അതെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയായിരുന്നു. നല്ല പരിപാടിയാണ്. സെറ്റിലേക്ക് നടന്നു കയറിക്കളഞ്ഞല്ലേ? അതെ, ആ നടന്നു കയറിയ ആളാണ് ഇന്ന് ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് അവാർഡ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. അത് ഭയങ്കര സംഭവമല്ലേ? അതെ അതെ, എനിക്ക് ഈ പറഞ്ഞ ഈ സെയിം കോർഡിനേറ്റർ നിയാസ് അതിനുശേഷം സംസാരിക്കുകയൊക്കെ ചെയ്തു. കാരണം നിയാസ് കാരണമാണല്ലോ. അതെ അതെ അതെ, അത് സൂപ്പർ പരിപാടി. അതറിയില്ലായിരുന്നു, എനിക്കൊന്ന് കാണണം. കാര്യം ഉണ്ടായിരുന്നു. വിനയ് ശരിക്കും ഈ തിയേറ്ററിന് വേണ്ടിയിട്ട് കുറെ ടൈം, എനിക്ക് തോന്നുന്നു 5 വർഷത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു. പക്ഷെ എല്ലാവരെയും പോലെ തന്നെയാണ് സിനിമ എന്ന് പറയുന്ന ഒരു കലയെ നമ്മൾ അതിലേക്ക് എത്തുകയാണ്. ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെ തിയേറ്ററിൽ ചെയ്യാൻ തുടങ്ങിയത്. തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ അത്യാവശ്യം നല്ല സീരിയസ് ആയിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു പാവപ്പെട്ട കൂട്ടുകാരുണ്ട്, നന്ദനുണ്ണി, നന്ദൻ ആട്ടത്തിലുള്ള നന്ദൻ. അപ്പൊ അവൻ ആ ടൈമിൽ റിഹേഴ്സലിനൊക്കെ വരികയൊക്കെ ചെയ്യും. പിന്നെ പുള്ളിക്ക് കുറച്ച് അലസതയൊക്കെയുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ആ ടൈമിൽ ഞാൻ സെൽവൻ ചേട്ടൻ ആ ഗ്രൂപ്പിലെ ആളുകൾ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ഫയറുള്ള ആളുകളാണ്. നമ്മൾ എന്തിനും നിൽക്കും, നമ്മൾ ഫുൾ വർക്ക്ഔട്ട് വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കളരി അല്ലെങ്കിൽ ഭയങ്കര ചാർജഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു 4-5 വർഷം സോളിഡായിട്ട് നിന്നു. മറ്റേ എൻ്റെ കോളേജ് കാലഘട്ടവും അത് കഴിഞ്ഞിട്ട് 2 വർഷം ഞാൻ വീണ്ടും പുഷ് ചെയ്തു. അതിനുവേണ്ടി ഞാൻ വെറുതെ PG പോയി ചേർന്നു. കാര്യം അല്ലെങ്കിൽ ജോലി എടുക്കണ്ടേ. അപ്പൊ PGക്ക് ചേർന്നിട്ടും പിന്നെ അതിൻ്റെ ഇടയിൽ ജോലി എടുക്കാൻ പോകും, പിന്നെ നാടകം കളിക്കും. അങ്ങനെ ഒരു ഹെക്ടിക് ലൈഫായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ തിയേറ്ററിൽ ഭയങ്കര സോളിഡായിട്ട് നിന്നു. നാടകം കളിക്കുക എന്ന് പറയുന്നതായിരുന്നു പ്രൈമറി ഒബ്ജക്റ്റീവ്. വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷെ ഞാൻ വീട്ടുകാരെ ഒന്നിനും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് അച്ഛനോട് പോയിട്ട് അച്ഛൻ എനിക്ക് ബസ് കാശ് തരാൻ പറഞ്ഞാൽ അച്ഛൻ നമ്മളെ ഇത്രത്തോളം പഠിപ്പിച്ചാക്കിയ ആൾക്ക് എനിക്ക് ഒരു ബസ് കാശ് തരാൻ പുള്ളിക്ക് നിസ്സാരപ്പെട്ട കാര്യമാണ്. അപ്പൊ ഞാൻ അതിനെ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ ഈ 5 വർഷം അത്യാവശ്യം നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ വീട്ടുകാരൊന്നും അറിഞ്ഞൂടാ, ചില ദിവസങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല ഉച്ചക്കൊന്നും. എൻ്റെ 5 വർഷത്തെ എൻ്റെ മറ്റേ ഹാർഡ് വർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം സ്കൂളിൽ ഇന്ത്യയിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഞാൻ ഒരാളായിരുന്നു. ഞാൻ 5 വർഷം നാടകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്നെ പുറംകാലിൽ അടിച്ച് ഓടിച്ചാണ് അവര്. അപ്പൊ തിയേറ്ററിന് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഇപ്പോഴും തിയേറ്റർ സ്കൂളാണ്. ഈ ആട്ടത്തില് തിയേറ്ററും കാണിക്കുന്നുണ്ട്. ഒപ്പം ഞങ്ങളൊക്കെ 20 വർഷമായിട്ട് ഒരുമിച്ചുള്ള സുഹൃത്തുക്കൾ. അതിൽ ഈ ഷാജോൺ ചേട്ടനും സെറിനും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സും, ഞങ്ങൾ മേജർ ആക്ടേഴ്സ് മുഴുവൻ 20 വർഷമായിട്ട് ഒരുമിച്ചുള്ള നാടകക്കാരാണ്. അതിനൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പേരുകളാണ്. ആ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ അതുകൂടെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു സന്തോഷമല്ലേ? കാരണം നമ്മൾ നിന്നൊരു ഒരു യാത്രയായിരുന്നു. ഞങ്ങള് ലോക്ക്ഡൌണിന് ശേഷം തട്ടേക്കാട് യാത്ര പോയിട്ട് അവിടെ തീരുമാനിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ആനന്ദാണ് ഞങ്ങളുടെ കൂട്ടത്തില് ഒരു നല്ല കോമൺ സെൻസും നല്ല വെൽ റെഡ് ഒക്കെ ആയിട്ടുള്ള ഒരുത്തൻ, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഒരു ഇപ്പൊ ഈ 9 പേരെ ഷോക്കേസ് ചെയ്തിട്ട് ഇവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിനക്കൊരു പ്രൊജക്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കുക, നമുക്കത് സിനിമയാക്കാം. അവിടെ നിന്നാണ് ഇത് സിനിമയായി മാറി. ഈ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 നായികയായിട്ട് ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത പ്രൊജക്ടുകളൊക്കെ വരുന്നുണ്ടാവും. ഈ 10 വർഷം കൊണ്ട് ഇത്രയൊക്കെ സമ്പാദിച്ചാൽ മതിയെന്നാണോ, അല്ലെ സാറ്റിസ്ഫൈഡ് ആണോ? ഒട്ടുമല്ല. ഇപ്പം ഇനിയും ഇതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം കിട്ടുമെന്ന് അറിയില്ല അഭിനയത്തിന്റെ കാര്യത്തില്.
എന്നാലും നമ്മൾ ഫിനാൻഷ്യലി ഇപ്പം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പം കുറച്ചും കൂടി സിനിമകൾ ആസ് എൻ ആക്ടർ ആണെങ്കിലും അല്ലാണ്ട് ആസ് എ പേഴ്സൺ ആണെങ്കിലും ജീവിക്കാനും ഒക്കെ കുറച്ചും കൂടി ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം വന്നിട്ടില്ല. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ KSFE-യുടെ ഹോർഡിങ്സിൽ കാണുന്ന സമയത്ത് അയ്യോ ഈ കൊച്ചു കൊള്ളാലോ എന്ന് ആലോചിച്ചു തുടങ്ങിയതാ. അപ്പം ദിവ്യയുടെ സൗന്ദര്യത്തിൽ അതെ മയങ്ങിയിരിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു. KSFE-യുടെ ബോർഡിന്റെ കഥ 5-6 തവണ ഞാൻ കേട്ടു. ഞാനും കണ്ടാണേ ബോർഡ്. ഇഷ്ടപ്പെട്ടോട്ടെ. ചിലർക്ക് ചില ബോർഡേ ഇഷ്ടപ്പെടുള്ളൂ. അതെ. അപ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ സ്പേസ് കിട്ടേണ്ടതുണ്ടെന്ന് അല്ല, ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത് ബീങ് ആൻ ആക്ടേഴ്സ്, ഇപ്പൊ ഫാമിലി കണ്ടു കഴിഞ്ഞാൽ ഫാമിലി എനിക്ക് ദിവ്യ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഫാമിലിയാണ്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള തരത്തിൽ ഗ്രോത്ത് ഭയങ്കര എവിഡൻ്റാണ്. നമുക്ക് എപ്പോഴും ലൗഡായിട്ട് ആക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഓവർ ദ ടോപ്പ് ഒക്കെ ചെയ്തിട്ട് ആളുകളിലേക്ക് ഈ പറയുന്ന ഭയങ്കര പെർഫോമർ ആണെന്ന് അറിയിക്കാനുള്ള ഒരു സാധ്യത അത് കുറച്ചും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ കാര്യം, ഈ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അതിനോട് അടുക്കാൻ ശ്രമിക്കുകയും നമ്മൾ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ട് അത് ഉൾക്കൊള്ളുന്നുണ്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞ ക്രാഫ്റ്റ് ഉണ്ട്. അത് ഭയങ്കര ടഫാണ്. അപ്പൊ നമ്മളൊക്കെ ശ്രമിക്കുന്ന അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ദിവ്യയുടെ ഫാമിലിയിൽ ദിവ്യ ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഭയങ്കര ശൈശവാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആക്ടർ. പക്ഷേ നമുക്ക് 15 വർഷമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ശക്തരായിട്ടുള്ള നടീനടന്മാർ ജീവിക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ പറ്റി. നമ്മൾ 10-65 സിനിമ ചെയ്തു. ഇപ്പോഴും നമ്മളൊക്കെ ഭയങ്കര ശൈശവാവസ്ഥയിലാണ്. നമ്മളൊന്ന് നിന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഒരുപാട് നടക്കണം, അതിൽ നിന്ന് ഓടണം, ഓടി പിന്നെ ആ ഓട്ടത്തിൽ നിന്ന് പറക്കണം. അങ്ങനെ സാധ്യതകൾ അനന്തമല്ലേ. ഇപ്പൊ ഒന്ന് നടന്നു തുടങ്ങിയിട്ടുള്ളൂ, നന്നാ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. അപ്പൊ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ഞങ്ങൾക്കൊക്കെ ബീങ് ആൻ ആക്ടേഴ്സ്. ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. ഫാമിലി ഞാൻ ഇന്ന് തന്നെ കാണും, കണ്ടിട്ട് അഭിപ്രായം പറയും. നിങ്ങൾ രണ്ടാമത് ഒരു വട്ടം കൂടെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. ഇന്നത്തെ ചോദ്യം മുഴുവൻ ബോർഡ് കൊണ്ടുപോയി, KSFE-യുടെ ബോർഡ്. അപ്പൊ എന്തായാലും മനസ്സ് തുറന്നാണ് നിങ്ങളെയൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ അംഗീകരിക്കുന്നത്. സന്തോഷം. എനിക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളൊന്ന് നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റിയതാണ്. എനിക്കൊരു എനർജി ആട്ടം ഒന്ന് അത് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ പറഞ്ഞ അടിയായത്. അല്ല, ആട്ടത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആട്ടം ഇഷ്ടമായി എന്നുള്ളതും ആട്ടം എന്തുകൊണ്ട് ഇഷ്ടമായി എന്നുള്ളതിന്റെ ഒരു ഫീഡ്ബാക്ക് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മള് ഭയങ്കര പെയിൻ ഉണ്ട് ഈ ആട്ടത്തിന്റെ പിറകിൽ. ഞാൻ പറഞ്ഞ ആട്ടത്തില് ഞാൻ എന്റെ കാറാ ഓടിക്കുന്നത്. ഞാനൊരു പ്രൊഡക്ഷൻ മാനേജറിനെ പോലെ വർക്ക് ചെയ്തിരുന്നു റിഹേഴ്സൽ ടൈമിന്. നമ്മളാണ് ഈ 10-35 ദിവസം ഇവരെ രാവിലെ മുതൽ രാത്രി വരെ മറ്റേ വർക്ക്ഷോപ്പ് ചെയ്ത് ആക്ടേഴ്സ് ട്രെയിനിങ് ഞാനും ആനന്ദും കൂടെ ചെയ്ത്. അപ്പോൾ നമ്മുടെ ആശാമാരെ സെൽവഞ്ചനൊക്കെ നമ്മുടെ ഗുരുക്കളൊക്കെയാണ്. അപ്പൊ എന്നാലും അവരോട് ചേട്ടാ എന്ത് പിണ്ണാക്കാട്ടെ കാണിക്കണം ചോദിക്കേണ്ടി വരും. അപ്പൊ ഈ പരിപാടി മുഴുവൻ ചെയ്തിട്ട് സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ സിനിമ ഇത്രത്തോളം പേരെടുത്തു, ഒരുപാട് ആളുകൾക്ക് ആ സിനിമ ഇഷ്ടമായെന്ന് അറിയുന്നതിൽ സന്തോഷം. അറൌണ്ട് 40 days ആയി. അപ്പൊ ഇന്ന് നടത്ത നമ്മുടെ കോൺവെർസേഷൻ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി തോന്നുന്നു. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ പറ്റി. നന്ദിയുണ്ട് സംസാരിക്കുന്നത്. താങ്ക് യു.